Hi friends, welcome back to MeenusTasteofhome. ഇന്ന് നമുക്ക് വനില സ്പഞ്ച് കപ്പ് കേക്ക്സ് തയ്യാറാക്കാം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. മൈദ 1.5 കപ്പ്, പഞ്ചസാര 1 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.25 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, വെജിറ്റബിൾ ഓയിൽ 1/2 കപ്പ്, പശുവിൻ പാൽ 1/2 കപ്പ്, വനില എസൻസ് 1/2 ടീസ്പൂൺ, മുട്ട 2 എണ്ണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് കപ്പ് കേക്കിൻ്റെ ട്രേയിൽ കേസസ് വെച്ചൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ അവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കപ്പ് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദ ചേർക്കാം. ഇനി ഇതിലേക്ക് 1.25 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ മൈദയുടെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 2 മുട്ട ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് പുറത്ത് വെച്ചാൽ മതിയാകും. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ കളറ് മഞ്ഞയിൽ നിന്നും വെള്ളയായി ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവുന്നത് വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. മുട്ട പതഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. 3 ബാച്ചായിട്ട് ചേർത്ത് നമുക്ക് ഈ പഞ്ചസാരയും മുട്ടയും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 5 മുതൽ 8 മിനിറ്റ് വരെ എടുക്കും മുട്ട നന്നായിട്ട് ബീറ്റായി കിട്ടുന്നതിനായിട്ട്. ഇപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് വാനില എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ വാനില എസൻസോ ചേർക്കാം. അതിനുശേഷം ബീറ്റർ വെച്ച് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പാച്ചുല യൂസ് ചെയ്ത് ബൗളിൻ്റെ എവിടെയെങ്കിലും മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ ഈവനായിട്ട് മിക്സ് ചെയ്യുന്നതിനായിട്ട് എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. അപ്പോൾ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതും ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചായിട്ട് അരിച്ച് ചേർക്കാം. അപ്പോൾ ഒന്നുകിൽ സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഓവർ ബീറ്റിംഗ് ചെയ്യാൻ പാടില്ല, എല്ലാം ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മതിയാകും. വീണ്ടും സ്പാച്ചുല വെച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എവിടെയെങ്കിലും മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് പാല് കൂടി ചേർക്കാം. ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് അരിച്ച് ചേർക്കാം. വീണ്ടും ലോ സ്പീഡിൽ നമുക്കിതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം സ്പാച്ചുല വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കപ്പ് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് കേസിലേക്ക് പകർത്താം. കേസിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ബാറ്ററിൽ എന്തെങ്കിലും എയർ ഹോൾ ഉണ്ടെങ്കിൽ അത് പോകുന്നതിനായിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ അവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പ് കേക്കിൻ്റെ ട്രേ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം.
ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ കപ്പ് കേക്ക് കംപ്ലീറ്റ്ലി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂവർ വെച്ചിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഇവിടെ കംപ്ലീറ്റ്ലി ബേക്കായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഈ ഒരു ടിന്നിലിരുന്ന് കൂളായതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ബാച്ച് കപ്പ് കേക്കും നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് ഏകദേശം 18 കപ്പ് കേക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇത് കംപ്ലീറ്റ്ലി തണുത്തതിന് ശേഷം മാത്രം ഫ്രോസ്റ്റിംഗ് ചെയ്യാം. ഇപ്പോൾ കപ്പ് കേക്ക്സ് എല്ലാം കംപ്ലീറ്റ്ലി കൂളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനായിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് M1 ഓപ്പൺ സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വാനില ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിൽക്കി സ്മൂത്ത് വാനില ബട്ടർക്രീം ഫ്രോസ്റ്റിങ്ങിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാനതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്ത് തുടങ്ങാം. സ്പഞ്ച് ടെക്സ്ചറിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക്സ് ആണിത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കപ്പ് കേക്ക്സിലും നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഫൈനലി കുറച്ച് ബ്ലൂ ഷുഗർ സ്പ്രിങ്കിൾസ് കൂടി ചേർത്ത് നമുക്ക് ഈ ഒരു കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കപ്പ് കേക്ക്സും ചെയ്തെടുക്കാം. അങ്ങനെ സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കപ്പ് കേക്ക് വിത്ത് വെനില ബട്ടർക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. Thank you for watching.